ലഡാക്കിൽ സൈനികാഭ്യാസത്തിനിടെയുണ്ടായ അപകടത്തിൽ 5 സൈനികർക്ക് വീരമൃത്യു. ദൌലത്ത് ബേഗോൾഡി ഏരിയയിൽ റിവർ ക്രോസിംഗ് അഭ്യാസത്തിനിടെയായിരുന്നു അപകടം. പരിശീലനത്തിനിടെ ജലനിരപ്പ് പെട്ടെന്ന് വർദ്ധിച്ചതാണ് അപകട കാരണമായത്. വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുന്നുണ്ട്. ഗൗതം, നമ്മുടെ സൈനികർക്ക് ജീവൻ നഷ്ടമായ സാഹചര്യം, ഈ റിവർ ക്രോസിംഗ് അഭ്യാസത്തിനിടെ ജലനിരപ്പ് ഉയർന്നതാണ് ഈ ഒരു അപകടത്തിന് കാരണമെന്നുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്ന കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ലക്ഷ്മി, ഇന്നലെ വൈകുന്നേരമാണ് ഈ സംഭവം നടന്നത്. അതിനുശേഷം പിന്നീട് സൈനികർ ഈ ഒഴുക്കിൽ പെട്ടുപോയ ജവാന്മാർക്ക് വേണ്ടിയുള്ള തിരച്ചിലും മറ്റും രാത്രിയിലും നടത്തുന്നുണ്ടായിരുന്നു. അല്പസമയം മുൻപ് ഈ 4 ജവാനും അതോടൊപ്പം തന്നെ ഒരു സൈനിക ഉദ്യോഗസ്ഥനും ജൂനിയർ കമ്മീഷൻ ഓഫീസർ ആയിട്ടുള്ള മറ്റൊരാളുടെയും ഭൗതികദേഹം ലഭിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഔദ്യോഗികമായി പ്രതിരോധ മന്ത്രാലയവും സൈനിക വൃത്തങ്ങളും ഈ 5 പേർക്ക് വീരമൃത്യു വരിച്ചിരിക്കുന്നു, ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇന്നലെയും കഴിഞ്ഞ 2-3 ദിവസങ്ങളായി ലഡാക്കിലെ ഈ പ്രദേശത്ത് സൈനിക അഭ്യാസം നടക്കുകയായിരുന്നു. ടാങ്ക് എക്സസൈസ് നടത്തുകയായിരുന്നു. അതായത് ഈ കുന്നിൻ പ്രദേശങ്ങളിലും അതോടൊപ്പം തന്നെ പുഴകളും കടന്നുള്ള പരിശീലനമാണ് അവിടെ നടന്നു വന്നത്. പക്ഷേ ഈ പരിശീലനം നടക്കുന്നതിനിടയിൽ വളരെ അപ്രതീക്ഷിതമായി നദിയിൽ ജലനിരപ്പ് വളരെ വേഗത്തിൽ ഉയർന്നു വരികയും ഈ ടാങ്കിന് മുകളിലൂടെ വെള്ളം ശരവേഗത്തിൽ പായുകയും ചെയ്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ വൻ ഒഴുക്കിൽ ഈ 5 ജവാന്മാരും പെട്ടുപോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പിന്നീട് രാത്രിയിൽ നടത്തിയ തിരച്ചിലിലും ഈ മൃതദേഹം ലഭിച്ചില്ല. ഇന്നിപ്പോഴാണ് ഈ 5 പേരുടെയും ഭൗതികദേഹം ലഭിച്ചത്. എന്തായാലും ഇത് സംബന്ധിച്ചുള്ള സ്ഥിരീകരണം ഇപ്പോൾ സൈനിക വൃത്തങ്ങൾ തന്നെ നടത്തിയിരിക്കുന്നു. ലക്ഷ്മി, ശരി, ഗൗതമാണ് വിവരങ്ങൾ നൽകിയത്.